Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് മസാല കുക്കീസ്. മസാല കുക്കീസ് മറ്റുള്ള കുക്കീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എരിവും മധുരവും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് മസാല കുക്കീസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. മസാല കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് ഒരു കപ്പ് മൈദ 120 ഗ്രാം, ഒരു കപ്പ് മെഷർ ചെയ്തെടുക്കുന്ന 250 ml കപ്പിലാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/4 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ലെവൽ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഞാനിപ്പം ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഹീപ്ഡ് എന്ന് പറഞ്ഞു, അത് നിറച്ചെടുക്കുക. ബേക്കിംഗ് സോഡ വടിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിപ്പ തള്ളിയെടുത്താലും മതി. അടുത്തായിട്ട് നമുക്കൊരു വലിയ ബോൾ എടുക്കാം. ബോളിലേക്ക് 70 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറിലാണ് വേണ്ടത്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/3 കപ്പ്, 1/3 കപ്പ്. ബട്ടറും പൗഡർഡ് ഷുഗറും നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ എഗ് ബീറ്റർ ഇല്ലാത്തവർക്ക് വയവിസ്ക് ഉപയോഗിച്ച് ഇതേപോലെ വയവിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ടറും ഷുഗറോടെ നമ്മൾ ക്രീം ചെയ്തു. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. മസാല കുക്കീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല എരിവും ഒക്കെയുള്ള കുക്കീസാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക് 4 എണ്ണം ഒന്ന് കീറിയിടുക. പച്ചമുളക് 3 എണ്ണം, കുറച്ച് കറിവേപ്പില, ചെറിയൊരു പിടി, 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി, ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്തത്, ചുമന്നുള്ളി ഒരു 4 കഷ്ണം ചുമന്നുള്ളി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 3/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് സ്മൂത്തായിട്ട് അരയണ്ട, ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ചതച്ചെടുത്തു. ഒത്തിരി വലിയ പീസസ് ഉണ്ടാകാൻ പാടില്ല, അതേ രീതിയിൽ ചതച്ചെടുത്തു. ഇനി ഇതും കൂടെ നമുക്ക് ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/8 ടീസ്പൂൺ ടേമറിക് പൗഡർ അതോടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ടും വേണമെങ്കിൽ ചേർക്കാം. ഇത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓഫ് ചെയ്യാം. ബീറ്റർ മാറ്റാം, ബീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനിയും ഇതിലേക്ക് ഇടാനായിട്ടുള്ളത് മൈദ. നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ള്, സെസമി സീഡ്സ്, കാഷ്നട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് നട്ട്സ് പൊടിച്ച് അത് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന 1 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കാഷ്നട്ട്സാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഡ്രൈ ആകാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്തിട്ട് വളരെ ഒരു 1/2 ടേബിൾ സ്പൂണോ അങ്ങനെ വല്ല ആഡ് ചെയ്യാം. അല്ല എങ്കിൽ പാല് ചേർത്തിട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് കമ്പൈൻഡായി. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം, കുക്കീസിൻ്റെ ഷേപ്പിൽ എടുക്കാം. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതേപോലെ ചെറിയൊരു ഓരോ ലെമൺ സൈസ് ബോളാക്കിയിട്ട് റോൾ ചെയ്ത് ബേക്കിംഗ് ടിന്നിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുക്കി കട്ടേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം.
അടുത്തായിട്ട് നമുക്ക് ഈ കുക്കി ഡോ 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് പരത്തിയെടുക്കാം. കുറച്ച് ഫ്ലവർ ഡസ്റ്റ് ചെയ്യുക. ഈ കുക്കി ഡോ വെക്കാം. വീണ്ടും കുറച്ച് പൊടി ഇടാം. കുറച്ച് പൊടിയും കൂടെ പേപ്പറിൽ ഒട്ടിപ്പിടിക്കുന്ന കാണുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ഡസ്റ്റ് ചെയ്യാം. ഇപ്പം എപ്പോഴും കുക്കീസ് ഉണ്ടാക്കുമ്പോൾ എല്ലായിടും ഒരേ ഈവൻ തിക്നെസ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അത് നമ്മൾ തിന്നായിട്ട് പരത്തിയെടുത്തു. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുക്കി ഡോ നമ്മൾ പരത്തി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കുക്കീസിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് കുക്കി ട്രേയിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ കുക്കി ട്രേ എടുക്കാം. കുക്കി ട്രേ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിന് പകരം വേണമെങ്കിൽ ജസ്റ്റ് ബട്ടർ അപ്ലൈ ചെയ്യുക, കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇനി ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതേപോലത്തെ റിംഗ് മോൾഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കി കട്ടേഴ്സ് പല ഷേപ്പിൽ കിട്ടും, അത് ഉപയോഗിക്കാം. ഒരു നൈഫ് വെച്ചിട്ട് വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്യാം. ഇപ്പോഴും ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കുക, ബിക്കോസ് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തോണ്ട് ഇത് ഇച്ചിരി റൈസ് ചെയ്യും. അത് കണക്കാക്കി സ്പേസ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളത് വീണ്ടും റോൾ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ കുക്കീസ് എല്ലാം ഷേപ്പ് ചെയ്തു. ഈ അളവിൽ ഈ ഒരു സൈസിൽ ഏകദേശം ഒരു 16-17 നമ്പേഴ്സ് കിട്ടും. ഞാൻ ബാക്കിയുള്ളത് വേറെ ട്രെയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൊരു എഗ് വാഷ് കൊടുക്കാം. എഗ് വാഷിന് ഒരു മുട്ട പൊട്ടിച്ചിടാം. ബീറ്റ് ചെയ്യാം. ഇനി ഓരോ കുക്കീസിലും കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലേസ് കിട്ടാനായിട്ടാണ്. മുട്ട കഴിക്കില്ലാത്തവരാണെങ്കിൽ കുറച്ച് പാല് മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സെസ്മെ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇത് വൈറ്റ് സെസ്മെ ഇടാം, അല്ലെങ്കിൽ ബ്ലാക്ക് സെസ്മെ ഇടാം, ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. എള്ള് നിങ്ങളുടെ അവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. ടോപ്പ് ആൻഡ് ബോട്ടം കോയിൽ ബേക്ക് ഓപ്ഷനിൽ ഇട്ടാൽ മതി. എന്നിട്ട് നടുക്കത്തെ റാക്കിൽ വേണം ഈ കുക്കി ടിൻ വെക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ച ശേഷം ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് ടൈം ഓരോ അവനിലും വ്യത്യാസം വരും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കീസ് അവനിൽ നിന്ന് എടുത്താൽ ഉടനെ ചെക്ക് ചെയ്യുമ്പം സോഫ്റ്റ് ആയിരിക്കും. അത് ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. കൂളാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കീസ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ കണ്ടോ, ബാക്ക് സൈഡ് ഇങ്ങനെ വരും, മേലെ ചെറിയൊരു ഗ്ലോസിനെസ് ഉണ്ടാവും.
എപ്പോഴും നന്നായിട്ട് കൂളായ ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യാവൂ. ഒരു 2 വീക്സൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ മസാല കുക്കീസ് റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏകദേശം 17 നമ്പേഴ്സോളം നമുക്ക് ഈ അളവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു എരിവും നല്ലൊരു മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു കുക്കീസാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നമുക്ക് 2 വീക്സൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ്. ഇത് ഈവനിങ് കോഫിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.